ഹായ്, അപ്പോൾ നമ്മളിപ്പോൾ നെടുമങ്ങാട് റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഡൈവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് റോഡ് പണി നടക്കുന്നതിൻ്റെ പേരിൽ. ആദ്യത്തെ 2 ദിവസം ഞങ്ങൾ രാവിലെ ഇറങ്ങിയായിരുന്നു, പക്ഷേ നല്ല വെയിൽ കാരണം ക്ഷീണം മാത്രം ബാലൻസ് ആവുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയാൽ മതി എന്ന് വിചാരിച്ചു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ എല്ലാവരും പറയുന്നത് വെച്ചാൽ പൊന്മുടിയിൽ നമ്മളൊരു ആഫ്റ്റർനൂണിൽ എത്തിയാലാണ് അതിൻ്റെ ഒരു വൈബ് കിട്ടുക എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്തുനിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടാവും. ഒരു 60 കിലോമീറ്റേഴ്സ് ആണ്. പിന്നെ ഡൈവേഷനും പിന്നെ സ്ലോ ട്രാഫിക് ഒക്കെ ആകുമ്പോൾ ഒരു 1.5-2 മണിക്കൂർ അടുത്ത് ഡ്രൈവ് ഉണ്ടാവും. 6 o'clock കഴിഞ്ഞാൽ അവിടെ നിന്ന് ആളുകളെ സഞ്ചാരികളെയൊക്കെ പറഞ്ഞയക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോ ഒരു 4 o'clock അല്ലെങ്കിൽ ഒരു 3:30 ആകുമ്പോഴേക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു 2 hours നമുക്ക് അവിടെ കിട്ടും. അപ്പം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ഉള്ളുവഴിയാണ്, അപ്പോൾ അതനുസരിച്ച് നമ്മൾ സ്ലോ ആവും. എന്നാലും കുഴപ്പമില്ല, കുറച്ച് അധികം വളവും തിരിവുണ്ട്, സ്ട്രെയിറ്റ് അല്ല ഒരിക്കലും. ഹെയർ പിന്നെ നമുക്ക് ആ ഒരു പൊന്മുടി കേറാൻ തുടങ്ങുമ്പോഴാണ് ഇത് ഹെയർ പിൻ ബെൻഡ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇത് നെടുമങ്ങാട് മൊത്തത്തിലൊരു വളവാണ്, വളവും തിരിവുകളാണ്. വളവും തിരിവും തന്നെയാണ്. കോപ്പി ഇവിടെ ഒക്കെ സെറ്റായി, നമ്മൾ ഉറക്കമുണ്ട് ഇടയ്ക്ക്. പിന്നെ നമ്മൾ സംസാരിക്കുന്ന കേട്ട് തലപ്പൊക്കി നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഭയങ്കര ചൂടാണ്, നല്ല ചൂടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലും ഇങ്ങനെയുള്ളൊരു ഉച്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വൈകുന്നേരത്തോടെ എത്താൻ പാകത്തിന് ഇങ്ങനെ നടന്നു പോകുന്നത്. രാവിലെ ഒന്നും നമ്മളൊരു പണിയും ചെയ്തില്ല, കുറച്ചു നേരം റെസ്റ്റ് എടുത്തു, ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. ആദ്യത്തെ ദിവസം ഞങ്ങള് കൂടുതലും പകല് പോയപ്പോ ഞങ്ങൾക്ക് ആ ഒരു ഇത് പോയി, വെയില് കൊണ്ട് ആകെ ക്ഷീണായി. പിന്നെ എന്റെ ഡേ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി, ഭയങ്കര ക്ഷീണായി പോയി. ഈ ഒരു ടൈമിങ്ങിനെ ഇറങ്ങാൻ പറ്റുള്ളൂ. ഈ ഒരു സീസണില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോവാണെങ്കിലും, കേരളത്തിൽ എവിടെ പോവാണെങ്കിലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. ഒന്നുകിൽ ഏതെങ്കിലും സ്ഥലത്ത് ഏർലി മോർണിംഗ് ഒരു 7 o'clock to 9 o'clock, അതിനുശേഷം പിന്നെ ഒരു 3:30 ശേഷം എന്തെങ്കിലും കാര്യം നമുക്ക് നടക്കുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം. പക്ഷെ ഈ 7 പോവാന്ന് പറയുമ്പോ നമ്മൾ ഈ ഉറക്കമൊക്കെ പകുതി കളഞ്ഞൊക്കെ പോണം, ഫീൽ ഉണ്ടാവില്ല. ഇതാവുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സകല പണിയും കഴിഞ്ഞ് ബാക്കി കുറെ നേരം വെറുതെ ഇരുന്ന് അത് ഒരു ഭയങ്കര ഹറിബറിയില്ല, നല്ല സാവധാനം കാര്യങ്ങൾ നടത്തിയിട്ട് അങ്ങ് പോകാന്നുള്ളൊരവസ്ഥയാണ്. അത് കുറച്ചും കൂടി നല്ലതാണ്. ഇവിടെ ഒരു ഡാം ഉണ്ട്, അരുവിക്കര ഡാം. കുറച്ചങ്ങ് റൈറ്റിലോട്ട് ടേൺ ചെയ്ത് പോകണം. പക്ഷെ ഇപ്പൊ നമ്മൾ അവിടെ പോകുന്നില്ല, പോയി കഴിഞ്ഞാൽ പൊന്മുടി എത്താൻ ലേറ്റ് ആവും. സോ നേരിട്ട് പൊന്മുടി. അതെ, ഇവിടേക്ക് നമ്മള് റോഡ് കുറച്ചൊക്കെ നമുക്ക് ക്ലിപ്സ് ഒക്കെ എടുക്കാം അല്ലേ? എടുക്കാട്ടോ, അപ്പൊ മനസ്സിലാവുമല്ലോ കുറച്ചൊക്കെ. ഞങ്ങളിതുപോലെ യാത്രയ്ക്കൊക്കെ പോണതിന് മുമ്പ് ഒരുപാട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യും, ആ സ്ഥലം ഒന്നും കൂടി കാണാനും റൂട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് പേരുടെയൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഇതുണ്ട്, ഓക്കെ അവിടേക്ക് പോയാൽ അങ്ങനെയാണ്, ആ റൂട്ട് മോശമാണ്, അവിടെ പോകണ്ട, ആ ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പൊ അതാണ് ഇതുപോലെ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടുകയാണെങ്കിൽ നല്ല കാര്യമാണ്. അങ്ങനെ ഞങ്ങളുടെ ഉച്ചക്കലത്തെ ലഞ്ചൊക്കെ ഞങ്ങൾ കഴിച്ചു. ഞങ്ങളെല്ലാം ഓൺലൈനിൽ വരുത്തുമായിരുന്നു. അവിടെ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഡേ തന്നെ സ്റ്റേയില് നമുക്കൊരു മെനു കാർഡൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒരു ഹോട്ടലിൽ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് വരും, വെച്ച് കഴിക്കാം. അതിനുള്ള സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ, ഫ്രിഡ്ജും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, ഞങ്ങളുടെ സ്റ്റേ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സ്റ്റേ അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിൽ എത്ര റൂംസ് ഉണ്ട്, എങ്ങനെയാണ്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്കും എസ്പെഷ്യലി പെറ്റൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത് പ്രശ്നമില്ല. ഒരു വീടിന്റെ അറ്റ്മോസ്ഫിയറിൽ തന്നെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് അതുപോലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക്. അതൊരു വലിയ അനുഗ്രഹമാണ്. ഇങ്ങനെയൊക്കെ പോയി മാറി താമസിക്കുമ്പം ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് സ്റ്റേ ആയിരിക്കും. കോമൺലി നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് ഒരു റെസ്ട്രിക്ഷൻസും ഉണ്ട്. ഇവളെയും കൊണ്ട് പോകുന്ന കാരണം എല്ലായിടത്തും നമ്മളെ അലോ ചെയ്യില്ല. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബെസ്റ്റ് ആണ് ഞങ്ങൾക്ക്. അവര് പറയുന്ന കൺസേൺസിൽ ഒരു പോയിന്റ് ഉണ്ട്. കാരണം ചില ഡോഗ്സ് ഇങ്ങനെ കീറി പറിക്കും അവരുടെ ബെഡും കാര്യങ്ങളും, അല്ലെങ്കിൽ കുറച്ച് അഗ്രസീവ് ആണെങ്കിൽ പില്ലോ ഒക്കെ പറിച്ചു കളയും. നമ്മുടെ ഡോഗിന് അതില്ല എന്നുള്ളത് നമുക്കല്ലേ അറിയത്തുള്ളൂ. പക്ഷെ അവര് പൊതുവെ അങ്ങനെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ കുഴപ്പക്കാരൊന്നും അല്ല, ഒരു കുഴപ്പമില്ല. ഇവളവിടെ എല്ലാവർക്കും ഇഷ്ടായി. പക്ഷെ ഇവളെല്ലാവരുടെ അടുത്തൊന്നും അടുക്കൂല. അതുകൊണ്ട് പിന്നെ നമ്മള് ആഴിമലയിൽ പോയപ്പോഴും വർക്കലയിൽ പോയപ്പോഴും കുറെ ആളുകൾ ഇവിടെ കാണാൻ വേണ്ടി മാത്രം വരും. അത് രസമായിരുന്നു കേട്ടോ. അത് ഞാൻ എന്തായാലും നമ്മൾ ഈ ആഴിമലയിലെയും വർക്കലയിലേക്ക് വീഡിയോസ് ഇടുന്ന സമയത്ത് അതിനകത്ത് ആ ക്ലിപ്പ് ആഡ് ചെയ്യാം. കുറെ പേര് ഞങ്ങളോട് വന്ന്
ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചു, ഇവളുള്ള കാരണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആർക്ക് വില. ഇവളുള്ളത് കൊണ്ട് ഇവളുടെ രസമുണ്ട്, ഇവള് ഭയങ്കര ക്യൂട്ടാന്നൊക്കെ വന്ന് പറഞ്ഞു. ഇവൾക്ക് വേണ്ടിയിട്ട് ഓരോ ഫോറിനേഴ്സ് വരെ ചെയ്തു അല്ലേ. വർക്കലേ പോയപ്പോ ഫോറിനേഴ്സ് വരെ ഞങ്ങള് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അത് ഭയങ്കര ഒരു മെമ്മറി ആയിരുന്നു. അത് ആക്ച്വലി എനിക്ക് എന്താ മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് പണ്ട് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഫോറിനേഴ്സിനെ കാണുമ്പോൾ നമുക്ക് അന്ന് കൗതുകമാണ്, ഒരു ഫോട്ടോ ഒക്കെ കിട്ടിയാൽ കൊള്ളാന്നുണ്ടായിരുന്നു അന്നൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കാറുണ്ട്. ഇന്നിപ്പോ ഇവര് ഇങ്ങോട്ട് ചോദിക്കുമ്പോ അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ്. പിന്നെ ഒരു കാര്യം, ഇപ്പൊ നമ്മള് ഡൈവേർഷൻ കഴിഞ്ഞു, ഇപ്പൊ തിരുവനന്തപുരം ചെങ്കോട്ട തെങ്കാശി റൂട്ടിലാണ്. ഇതിപ്പോ നല്ല റോഡാണ്. ഇതുവരെ ആ ഡൈവേർഷൻ കാരണമായിരുന്നു കുറച്ച് ഉള്ളുവഴി കൂടി പോകുമ്പോൾ ഭയങ്കര വളവും തിരിവൊക്കെ. ഇതിപ്പോ നല്ല റബ്ബറൈസ്ഡ് ആയിട്ടുള്ള നല്ല റോഡാണ്, അല്പം വീതിയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ചെങ്കോട്ട 89, പൊന്മുടി 45, ഇനി ഇവിടെ 45 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കൂടി ഡ്രൈവ്. 330, 345. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഫോറിനേഴ്സ് നമ്മള് ഫോട്ടോയ്ക്കൊക്കെ റിക്വസ്റ്റ് ചെയ്തു അല്ലേ. 2-3 പേര് ഫോട്ടോസ് എടുക്കുന്നത് അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുന്നത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് പേരെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം 2 പേരെയും കൂടി നിർത്തിയാണ് അവർ ഫോട്ടോ എടുപ്പിച്ചത്. അപ്പൊ അങ്ങനെ അതൊരു നല്ലൊരു സ്വീറ്റ് മെമ്മറി ആയിരുന്നു, നമ്മുടെ ഇവിടെ വന്നതിന് ഉള്ള ഒരു സ്വീറ്റ് മെമ്മറി ആയിരുന്നു. നമ്മുടെ പോപ്പി സെലിബ്രിറ്റി ആയി. അതെ, പോപ്പി ഭയങ്കര സെലിബ്രിറ്റി ആണ് എല്ലായിടത്തും, അത് വേറെ കാര്യം. ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കും 2 ദിവസം കൊണ്ടാണ്. അവളുമായിട്ട് കാണുകയും അവളുമായിട്ട് ഒന്ന് മിങ്കിളാവുമ്പോഴും മനസ്സിലാവും അതൊരു വേറൊരു ലെവലാണത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഈ റോഡുകൾ പരമാവധി നല്ലതാണ്, വളവും ചെരുവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും. പക്ഷേ ചില സ്ഥലത്ത് ഇതായിപ്പോൾ കാണാൻ പറ്റും, ഇതിനകത്ത് നല്ല പാച്ചസ് ഉണ്ട്. അപ്പോൾ നമ്മളതനുസരിച്ച് ശ്രദ്ധിക്കുക ഡ്രൈവ് ചെയ്യുമ്പോൾ. അല്ലാതെ ആണെങ്കിൽ നല്ല റോഡാട്ടോ, കുഴപ്പമൊന്നുമില്ല. കുറച്ചിങ്ങനെ വളഞ്ഞ് പോകുന്നെങ്കിലും റൂട്ട് നല്ല രസമുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവിടെ ചെക്ക് പോസ്റ്റിലെത്തുമ്പം, പൊന്മുടിയുടെ ചെക്ക് പോസ്റ്റിലെത്തുമ്പം നമുക്കൊരു ചെറിയ ഫീസ് ഉണ്ട്. ആ ഫീസും കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, അങ്ങനെയുള്ള ഡീറ്റെയിൽസും നമ്മൾ കൊടുത്തിട്ടാണ് കേട്ടോ മുകളിലോട്ട് പോവുക. അതുപോലെ തന്നെ നമ്മൾ KTDCൻ്റെ റെസ്റ്റ് ഹൗസിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അത് ആപ്ലിക്കബിൾ അല്ല. അത് ഓൾറെഡി ആ ഫീ അവിടെ പോയിട്ടുണ്ടാവും. അപ്പം നമുക്ക് അവിടെ ഫീ കൊടുക്കേണ്ട കാര്യമില്ല. അതവർ നമ്മളോട് ചോദിക്കും കേട്ടോ, നിങ്ങൾ KTDC വഴിയാണോ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഈ ചെക്ക് പോസ്റ്റ് മുതൽ പിന്നീടുള്ള യാത്ര മുഴുവനും കാട്ടിലൂടെയാണ് പോവുക കേട്ടോ. അപ്പോൾ 22 ഹെയർ പിൻ ബെൻസാണ് മൊത്തത്തിൽ നമുക്കിതിനകത്ത് പൊന്മുടിയുടെ ടോപ്പിലെത്തുന്നത് വരെ ഉള്ളത്. പ്രത്യേകിച്ച് ഒരുപാട് കാണാനൊന്നുമില്ല, നല്ല വനം തന്നെയാണ്. റോഡുകൾ വനമാണെങ്കിൽ കൂടി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരുപാട് വീതിയില്ല. വലിയ വാഹനങ്ങൾ, അല്ലെങ്കിൽ ബസ് ഉള്ള വാഹനങ്ങൾ വരികയാണെങ്കിൽ ചെറുതായിട്ട് നമ്മളൊന്ന് സ്ട്രഗിൾ ചെയ്യും. അത് ചില ഏരിയ അനുസരിച്ച്, അല്ലെങ്കിൽ അത്യാവശ്യം വീതി പല ഭാഗത്തും ഉണ്ട്. പിന്നെ ഒരു സൈഡിൽ നല്ല കൊക്ക പോലെ കാണാം. പിന്നെ നല്ലൊരു വൈബാണ്. നമ്മളതിൽ പോകുമ്പോൾ നമുക്ക് തോന്നും ശരിക്കും ചൂടുണ്ടെങ്കിൽ കൂടി വലിയ കുഴപ്പമൊന്നും തോന്നില്ല. നമ്മളവിടെ ഇറങ്ങി നിന്നാൽ പോലും നമുക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. 1100 അടിക്ക് മുകളിലാണ് ഈ ഒരു പൊന്മുടി എന്ന് പറയുന്ന ടോപ്പ് വ്യൂ സ്ഥിതി ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതുകൂടാതെ പല സ്ഥലത്തും നമുക്കിതുപോലുള്ള നല്ല വ്യൂസ് കിട്ടും. മൊട്ടക്കുന്നുകളൊക്കെ നമുക്ക് കണ്ടു പോകാം. 6 മണിക്ക് ശേഷം അവിടുന്ന് സഞ്ചാരികളെ അവർ തിരിച്ചയക്കുന്നത് കൊണ്ട് ഈ സമയത്ത് പൊതുവിൽ വാഹനങ്ങൾ വൺ വേ, അതായത് അങ്ങോട്ട് തന്നെയായിരിക്കും പോവുക. എങ്കിൽ കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ചില ഭാഗം നല്ല കുത്തനെയുള്ള കയറ്റമുണ്ട്, അതായത് ഹെയർ പിൻ ബെൻസ് വരുമ്പോൾ. പിന്നെ ബസ്, KSRTC ബസ്സിൻ്റെ സർവീസ് ഇവിടെ ഉണ്ട് കേട്ടോ. അതും നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് പലയിടത്തും കുരങ്ങന്മാരെ കണ്ടു. പിന്നെ ആനയെ കണ്ടില്ല, ആനപ്പിണ്ടം കണ്ടു. ഫ്രഷ് ആയിട്ടുള്ള ആനപ്പിണ്ടം, അത് ഏകദേശം പ്രീവിയസ് നൈറ്റിലൊക്കെ ഇട്ടതായിരിക്കാമെന്ന് കരുതുന്നു. അപ്പോൾ അത്രയും വന്യജീവികളുണ്ട്, അതിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ട്. അതും നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ കുറേ അധികം കാട്ടിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷം നമ്മൾ ഏകദേശം ടോപ്പിലെത്താനായി. അപ്പോൾ അവിടെ ടോപ്പിലെത്തുന്നതിന് മുമ്പായിട്ട് സൈഡിൽ വഴിയോര കടകളുണ്ട്. നമുക്ക് അത്യാവശ്യം ചോളം, അതുപോലെ തന്നെ സ്നാക്ക്, ചെറിയൊരു ടീ ഒക്കെ കുടിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആ ഭാഗത്തൊക്കെ വരുമ്പോൾ തന്നെ സഞ്ചാരികൾ ഇങ്ങനെ ഓരോരുത്തരും കടയുടെ മുമ്പിൽ നിന്നിട്ട് മാടി വിളിക്കും, ഭക്ഷണം കഴിക്കാം എന്നുള്ള ഇതിൽ. അപ്പം പിന്നെ ഇവിടെ തേയില നുള്ളാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ, സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു ഭക്ഷണ സംവിധാനങ്ങളുമാണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് 22ാമത്തെ ഹെയർ പിൻ ബെൻഡാണ് നമ്മൾ ഈ കയറുന്നത്.
അപ്പം 22ാമത്തെ ബെൻഡും കയറി. പിന്നെ അധികമൊന്നുമില്ല, വളരെ കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന വ്യൂ പോയിന്റിലെത്തും. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ, അത് പറയാതെ വയ്യ. നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ചെല്ലുമ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു വൈബ് തന്നെ കിട്ടും നമുക്ക്. ചില സമയത്ത് നമുക്ക് ആ ഒരു രീതിയിൽ മേഘങ്ങളും മുട്ടക്കുന്നുകളും നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ. നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ, നല്ല കാറ്റാണ്, നമുക്ക് ചൂടൊന്നും അങ്ങനെ ഫീൽ ചെയ്യത്തില്ല. പിന്നെ മെയിൻ വ്യൂ പോയിന്റിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് ഈ സഞ്ചാരികൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റിസോർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരാൾ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ അവിടെ ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയി. അപ്പോൾ നിങ്ങൾക്കതിപ്പോൾ കാണാവുന്നതാണ്. പക്ഷേ അവിടെ അണ്ടർ കൺസ്ട്രക്ഷനാണ് ഇപ്പോഴും നടക്കുന്നത് കേട്ടോ. അത്രയ്ക്ക് അങ്ങ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടൊന്നുമില്ല. എന്നാലും ഞങ്ങൾ ചുമ്മാ ഒന്ന് കാണാലോ എന്ന് കരുതി ഒന്ന് മാറി അങ്ങ് പോയി. ഇത് ആണ് ആ വഴി. നമ്മളിപ്പോൾ ആ ടോപ്പ് വ്യൂവിലൊക്കെ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ കാണാം ഒരു ഓർക്കിഡ് റിസോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം കുറച്ചധികം ബിൽഡിങ്ങുകൾ അവിടെ വരുന്നുണ്ട്. ഞങ്ങൾ അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ ആരെയും അങ്ങനെ കണ്ടൊന്നുമില്ല. പക്ഷേ താമസമൊക്കെ തുടങ്ങി വരുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. ചില ഭാഗത്തൊക്കെ ആരൊക്കെയോ താമസിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി. ചില ഭാഗത്ത് പക്ക അണ്ടർ കൺസ്ട്രക്ഷൻ തന്നെയാണ്. പക്ഷേ അവിടേക്ക് പോകുന്ന വഴി നല്ല രസമുള്ളൊരു വഴിയായിരുന്നേ. നല്ല എന്താ പറയുക, ശരിക്കും ആ രണ്ട് വശങ്ങളിലും മരങ്ങളൊക്കെ ആയിട്ട് ഇത് നോക്കൂ, ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വഴിയായി നമുക്ക് തോന്നും. നല്ല രസം തോന്നി അതിനകത്ത് പോയപ്പോൾ. ഇത് അധികമൊന്നുമില്ല, കുറച്ച് പാച്ചി റോഡാണ് കേട്ടോ, അത്ര ഇതായിട്ടൊന്നും പോകാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. നോക്കൂ, ഇതാണ് ആ വഴി. ഇപ്പോൾ റിസോർട്ടിലോട്ട് പോകുന്നതാണ് തോന്നുന്നു. അതിൻ്റെ സൈഡിലൊക്കെ കല്ല് പാകിയിട്ടുണ്ട്. അതിൻ്റെ അരമതിലൊക്കെ പർട്ടിക്കുലറായിട്ട് നല്ല രീതിയിൽ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു ഭംഗിയുള്ള സ്ഥലം തന്നെയായിരുന്നു. ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് മാത്രമാണ് ഞങ്ങൾ അതിലൊന്ന് കറങ്ങി വന്നത്. കണ്ടോ, ഇതൊക്കെയാണ് ആ ഒരു സംഭവങ്ങൾ. എന്തൊക്കെയോ ഉണ്ട് അവിടെ, പക്ഷെ ആരെയും കണ്ടില്ല. ഒന്ന് ചോദിക്കാനോ എന്താണ് അതേക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ എടുക്കാനോ ആരെയും ഞങ്ങൾ കണ്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് ആ ഒരു ഗേറ്റിനുള്ളിലൂടെ ഒന്ന് കറങ്ങി എന്നിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. ഞങ്ങൾ പോയ സമയത്തിൻ്റെ ആണെന്ന് അറിയില്ല, ചിലപ്പോൾ ഒരു 4 മണി 4:30 മണിയായിട്ടുണ്ടായുള്ളൂ. കണ്ടോ, ഇവിടെ ഇതുപോലെ ആരൊക്കെയോ എവിടേക്കോ നിൽക്കുന്നതല്ലാതെ അങ്ങനെ നല്ലൊരു താമസം തുടങ്ങിയതായിട്ടൊന്നും നമ്മൾ കണ്ടില്ല. ഈ കാണുന്ന ബിൽഡിങ് ഇപ്പോൾ അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്, അവിടെ ആരും താമസിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ഞങ്ങൾ നോക്കിയായിരുന്നു, അത് പണി നടക്കുന്നേ ഉള്ളൂ. ഇനി വരുന്നവർക്ക് മേ ബി 1 വർഷം കഴിഞ്ഞൊക്കെ വരുമ്പോൾ നല്ല താമസ സൗകര്യങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇതാ നിങ്ങൾക്ക് മുമ്പിൽ തന്നെ കാണുന്നതാണ്. നല്ല രസമുള്ള സ്ഥലമാണ്. ഇതിലെ എങ്ങോട്ടൊക്കെ ഇറങ്ങി പോകാമെന്നൊക്കെ പറഞ്ഞു, ട്രക്കിങ്ങിന് പോകാനോ അങ്ങനെയൊക്കെ പറ്റുന്നൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും അവിടെയുള്ളൊരു ആൾ പറഞ്ഞ അറിവാണേ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീണ്ടും പൊന്മുടിയുടെ വ്യൂ പോയിന്റിലോട്ട് തന്നെ പോന്നു. ഇതാണ് ഞങ്ങളിതാ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതാണ് പൊന്മുടിയുടെ വ്യൂ പോയിന്റ്. ഇവിടെ നമുക്ക് ബൈക്കുകൾ പാർക്ക് ചെയ്തിരിക്കുക കാണാം, കാർ പാർക്കിങ്, ഒത്തിരി പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. ഇതൊരു സൈഡ് മാത്രമാണേ. അതുകൂടാതെ പല ഭാഗത്തായിട്ട് നമുക്ക് കാർ പാർക്കിംഗ് പ്ലേസുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പൊന്മുടിയിലെത്തി, വണ്ടി പാർക്ക് ചെയ്തു. ഇതിങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ജസ്റ്റ് ചുറ്റിലൊന്ന് നോക്കുമ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് എന്താ പറയുക, ഉദ്ദേശിച്ചതിനേക്കാൾ ഒരു 15-20 മിനിറ്റ് ലേറ്റായിട്ടാണ് എത്തിയെങ്കിൽ കൂടി വെയിലൊരു രക്ഷയില്ല, ഭയങ്കര വെയിലായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു. എന്നാലും സഞ്ചാരികൾ ഒരുപാട് ക്രൗഡൊന്നും ഉണ്ടായില്ല. അപ്പോൾ അവിടെ തൊട്ടടുത്ത് ഇങ്ങനെ ചെറിയൊരു സിറ്റിംഗ് പ്ലേസ് ഉണ്ട് കേട്ടോ, നല്ലൊരു കോട്ട പോലെയൊക്കെ വെച്ചിട്ട്. ഇരുമ്പിൻ്റെ സീറ്റ്സാണ്, പക്ഷെ അതൊക്കെ പലതും ദ്രവിച്ച് തുടങ്ങി. എന്നാലും നമുക്ക് അത്യാവശ്യം ഇരിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു 5 മിനിറ്റ് ഇരുന്നു, വെയിലൊന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. പിന്നെ കുട ഉണ്ടായിരുന്നു കയ്യിൽ, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതിൽ നിന്ന് ഇറങ്ങി.
ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു കാണുന്ന മൊട്ടക്കുന്ന് അവിടെ ആളുകൾ കയറുന്നുണ്ട്, ജസ്റ്റ് കയറി പിന്നെ അവരെ പേരെല്ലാം അവിടെ എഴുതി വെക്കുന്നതായിട്ട് കണ്ടു. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കുട കരുതുന്നത് എപ്പോഴും നല്ലതാണ്, കാരണം ഇവിടുത്തെ വെയിൽ അത്രയും രൂക്ഷമാണ്. ചെറിയൊരു തണുപ്പുണ്ട് എങ്കിൽ കൂടി. പിന്നെ ഇവിടെ KSRTC ബസ് ഇവിടെ വരും. അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് അറിയില്ല, പക്ഷേ KSRTC ബസ് വരുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പൊന്മുടി ബസ് പിടിച്ചാൽ ഇവിടെ ഓൺ ടോപ്പ് ഇവിടെ എത്താം. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ചങ്ങ് നടക്കാമെന്ന് കരുതി. ഏറ്റവും ഉയരത്തിലൂടെ ആ വാച്ച് ടവറിൻ്റെ അവിടെയൊക്കെ പോകാനൊന്നും പറ്റില്ല, ഒത്തിരി ഉണ്ട്. പിന്നെ ഇവിടെയും കൊണ്ട് പോകാമെന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ തന്നെ വെയിൽ കൊണ്ടിട്ട് ഇപ്പം കണ്ടില്ലേ. വെയിൽ മാത്രമല്ല, ഇവിടെ വന്നപ്പോൾ ചെവിട് അടയുന്നുണ്ട്, അതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ആൾക്ക്. അപ്പം ഞങ്ങളങ്ങനെ പൊന്മുടിയിലെത്തി. നല്ല രസമുള്ള വ്യൂ ആട്ടോ. കൊള്ളാം, നല്ല ബ്രെത്തേക്കിംഗ് ആയിട്ടുള്ള വ്യൂ ഒന്നും പറയാനില്ല, എന്നാൽ കൂടി നല്ല വ്യൂ ആണ്. നല്ല വ്യൂ ആണ് അത്യാവശ്യം. പിന്നെ എന്താന്ന് വെച്ചാൽ ഒരു ചെറിയ തണുപ്പുണ്ട്. വെയിലും ഉണ്ട് എന്നാൽ തണുപ്പുണ്ട്, അതൊരു ഫീലാ. അതിന്റെ തുഞ്ചത്തൊക്കെ പോയി ആൾക്കാർ നിൽക്കണോക്കെ കണ്ട. നമുക്ക് സ്വപ്നങ്ങളിൽ പിന്നെ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ കുറച്ചൊന്നങ്ങ് നടക്കാമെന്ന് കരുതി. വെയിലിൽ നിന്നും രക്ഷപ്പെടാനും പറ്റും, കാരണം ആ ഒരു കുന്നിൻ്റെ ചരിവിൽ കുറച്ച് ഷെയ്ഡ് കിട്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം അവിടെ നടന്നു. പിന്നെ അവിടെ ഒരു മൊബൈൽ ടവറൊക്കെ ഉണ്ട്, പക്ഷേ റേഞ്ച് അത്ര കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല, അത് വെറുതെയാണ്. പിന്നെ അവിടെ കുറേ ആളുകൾ അവിടെ ഒരു വാച്ച് ടവറിൽ കയറിയെന്ന് വ്യൂ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ പോന്നു. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പൊന്മുടിയിൽ നിന്ന് തിരിച്ച് പോവുകയാണ്. ഉദ്ദേശിച്ചതിനേക്കാൾ ഒരു 3/4 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് എത്തിയത്. 3:30 മണിക്ക് എത്തുമെന്ന് വിചാരിച്ചു, പക്ഷെ എത്തിയപ്പോൾ 4:10 ആയി. ഇവിടെ എല്ലാം കണ്ടു, നല്ല വ്യൂ ആണ്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഞങ്ങള് ഒരു 6 മണി ആകുമ്പോഴത്തേക്കും താഴെ എത്തണം എന്നുള്ളൊരു പോയിന്റിലായിരുന്നു ഞങ്ങള്. കാരണം ഞങ്ങള് പോവാണ്. ഇനിയും ഇരിക്കുമ്പോൾ കൂടുതൽ രസം വരും. പക്ഷെ എനിക്ക് തോന്നുന്നു 6 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ എല്ലാവരെയും മാറ്റും തോന്നണല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ്? ഒരു തവണയൊക്കെ വന്ന് കണ്ടു പോകാൻ കൊള്ളാം, അതിലധികം തവണ വരാനൊന്നുമില്ല. അറിയില്ല, നമ്മുടെ അതേ ഇതാണോ എല്ലാവർക്കും അറിയില്ലല്ലോ. ചില ആൾക്കാർക്കും എനിക്ക് അങ്ങനെയാ മൗണ്ടെയിൻസും ഇതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നോക്കിയാൽ നമുക്ക് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഒരുപാട് തവണ വരാനായിരിക്കും ഇഷ്ടം. വരുന്നവരുണ്ടല്ലോ ഇഷ്ടംമാതിരി. ഇവിടെ അടുത്തുള്ള ആൾക്കാർ ഒരുപാട് പേര് അവിടെ നമ്മൾ കണ്ടില്ല, അവരൊക്കെ എല്ലായ്പ്പോഴും വരുന്നവരായിരിക്കും. അങ്ങനെ പോവാത്ത ഒരു സ്ഥലം കൂടി ഞങ്ങൾ കവർ ചെയ്യാൻ പറ്റിയ ദിവസമായിരുന്നു. അതെ, ഫസ്റ്റ് ടൈമാണ് വന്നത്, പൊന്മുടി വന്നത്. കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് കാണാൻ പറ്റി, അത് വലിയ കാര്യം. സന്തോഷമുണ്ട് അല്ലേ? പിന്നെ ഇപ്പൊ സമയം എത്രയായി? 5 മണി കഴിഞ്ഞ് 5:20. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്. അതായത് ഞങ്ങൾ 4th ഡേ ട്രിപ്പ്. അപ്പൊ നാളെ രാവിലെ ഞങ്ങൾ ട്രിവാൻഡ്രം വിടും, ബാക്ക് ടു കൊച്ചി, എറണാകുളം. അതെ, ഇനി എറണാകുളം. സത്യം പറഞ്ഞാൽ വീട്ടിൽ പോകാനുള്ളൊരു താല്പര്യം തുടങ്ങിയല്ലേ. വീട് 3 ദിവസം മാറി നിന്നപ്പോ തന്നെ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം. അല്ല, 3 ദിവസം മാറി കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് വീട്ടിലേക്ക് പോകണം എന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങി. ഞങ്ങള് ഒരുപാട് യൂട്യൂബേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പോവും, അത് കഴിഞ്ഞ് അവിടെ നിന്ന് വേറെ സ്ഥലത്ത് പോവും. അത് 1 മാസം 2 മാസം 3 മാസം പിന്നെ 1 വർഷം വരെ ട്രിപ്പ് പോണവരൊക്കെ ഉണ്ട്. അപ്പം എനിക്കല്ല, ഞങ്ങൾക്ക് അത് ഭയങ്കര അത്ഭുതമാണ്. ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്തായാലും അത്, അല്ലേ? 3-4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീടെത്തണം. നമ്മുടെ വീട്ടിലെ ചെടികൾ
ചെടിയൊക്കെ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യണം. എൻ്റെ ചെടി അങ്ങനെ നമ്മുടെ ആ ഒരു ഭാഗം. ഈ വ്യൂ ഒരുപാട് നമ്മളിപ്പോ എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങള് ഒരുപാട് പ്ലാൻസ് ഇനിയുണ്ട് ഞങ്ങൾക്ക് പോകാനായിട്ടൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. ഇപ്പോൾ ഉള്ളവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളെ തന്നെ അറിയാവുന്ന ആളുകളൊക്കെ തന്നെയായിരിക്കും, നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരായിരിക്കും. പുറത്തുനിന്ന് ഒരുപാടൊന്നും ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിന് ആയിട്ടില്ല, കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പോയാൽ അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു വലിയ സന്തോഷമാണ്. അതുപോലെ ഒരു മോട്ടിവേഷൻ കൂടിയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അപ്പോൾ കൂടുതൽ വീഡിയോസ് ഇതുപോലെ ചെയ്യാൻ. അതുപോലെ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇത് പോരായ്മ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് ഞങ്ങളെ കമന്റ്സ് ആയിട്ട് അറിയിക്കുന്നതും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. അപ്പോൾ അതും ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ്. കാരണം ഞങ്ങൾക്ക് എന്നാലേ ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തോന്നൂലേ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ര വലിയ സംഭവം അല്ല, അല്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളത് അറിയില്ല. അപ്പം അങ്ങനെ